أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واضرب لهم مثل الحياة الدنيا كماء إن أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 941 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 45-46 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واضرب لهم مثل الحياة الدنيا كماء إن أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 45-46 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. രണ്ട് മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടായിരുന്ന ഒരാളുടെ ഒരു ഉദാഹരണം വലിയ ഗുണപാഠങ്ങൾ അടങ്ങുന്ന വിധത്തിൽ നൽകപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ ഇതിനകം പഠന വിധേയമാക്കി പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് അടുത്ത ആനക്ഡോട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായി ഏതാനും ആയത്തുകൾ ഉത്ബോധന പ്രധാനമായ ആശയഗാംഭീര്യമുള്ള ചില കാര്യങ്ങൾ അടങ്ങുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആ ആയത്തുകളുടെ തുടക്കമാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള രണ്ടായത്തുകൾ. 45 മുതൽ ഏകദേശം 59 വരെയുള്ള ആയത്തുകൾ, 58 ഉൾപ്പെടെയുള്ള ആയത്തുകൾ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഈ ഗണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 59-ാമത്തെ ആയത്ത് മുതൽ മറ്റൊരു ശ്രദ്ധേയമായ വിഷയത്തിലേക്ക് തിരിയുകയാണ്. അപ്പോ ആ കഥാകഥനത്തിന്റെ സ്വഭാവത്തിലുള്ളതല്ലാത്ത എന്നാൽ ആശയപ്രധാനമായ ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്നു മുതൽ ഒരു 3-4 ദിവസത്തേക്ക് നമുക്ക് പഠന വിധേയമാക്കാനുണ്ട്. അതിന്റെ തുടക്കം നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ആ തോട്ടക്കാരനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഥയിലെ മനസ്സിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടായി.
ഈ പാഠങ്ങൾ അടങ്ങിയ വിധത്തിലുള്ള ആ സംഭവം, ആ കഥനം അവിടെ നിർവഹിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നപ്പോ അവരിൽ നിന്നുണ്ടായ ഒരു പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ആ കാര്യങ്ങൾ പറയുന്നതിന്റെ തുടക്കത്തിൽ ഞാനത് പങ്കുവെക്കുകയുണ്ടായിട്ടുണ്ട്. മക്കയിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്, മക്കയിലെ പ്രമാണിമാരായ അവിടുത്തെ സമൂഹത്തിലെ ചില പ്രാധാന്യമുള്ള വിധത്തില് സമൂഹത്തിന്റെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിരുന്നത്, അദ്ദേഹത്തോടൊപ്പം കൂടിയിരിക്കുന്നത് കുറെ പാവങ്ങളാണ്, ദരിദ്രരാണ്, അടിമകളുടേതിനോട് സമാനമായ അവസ്ഥയിലൊക്കെ കഴിഞ്ഞിരുന്ന ആളുകളാണ്. അവരോടൊപ്പം ഞങ്ങൾക്ക് എങ്ങനെ വന്നിരിക്കാൻ പറ്റും? അവരോട് മാറിയിരിക്കാൻ പറയൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മുഹമ്മദെ നീ പറയുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുമായിരുന്നു എന്നാണ് അവർ പ്രതികരിക്കുകയുണ്ടായത്. എന്നാൽ വളരെ ശക്തമായ ഭാഷയിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം നൽകുകയുണ്ടായത്, ആ പാവങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളാൻ സന്നദ്ധരായി മുന്നിട്ട് വന്ന ആ ദരിദ്രരും അവശരമൊക്കെ ആയിരുന്ന ആളുകൾ, ആ ആളുകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു കളയരുത്. അവരോടൊപ്പം നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണം. അവര് പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും തങ്ങളുടെ റബ്ബിന്റെ തൃപ്തി തേടിക്കൊണ്ട് പ്രാർത്ഥനാ നിരതരാവുന്ന ആളുകളാണ്. ഈ പ്രമാണിമാരുടെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് നീ അവരെ കൈയൊഴിയുന്ന ഒരു സാഹചര്യവും ഉണ്ടാവരുത് എന്ന വിധത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം നൽകുന്ന ഒരു ഭാഗം നമ്മൾ കാണുകയുണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഭൗതികമായ നേട്ടങ്ങൾ ഉള്ളതിന്റെ പേരിൽ എന്തെങ്കിലും വിധത്തില് നിഗളിപ്പ് കാണിക്കുന്നത് എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് എന്ന് പഠിപ്പിക്കുന്ന ഈ ഒരു സംഭവം, തോട്ടക്കാരനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം ഇവിടെ വിവരിക്കപ്പെടുന്നു. മക്കയിലെ ആളുകളുടെ കൃത്യമായ മനഃശാസ്ത്രം, അവരുടെ നിലപാടുകൾ, അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ വളരെ വ്യക്തമായിട്ടും ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്നത് അവർക്കും ഖുർആൻ പഠന വിധേയമാക്കുന്ന മറ്റുള്ളവർക്കും ബോധ്യപ്പെടുന്ന വിധത്തിലാണ് ആ വിവരണം ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. ഈ തോട്ടം ഉണ്ടായിരുന്ന ആള്, രണ്ട് മുന്തിരിത്തോട്ടങ്ങളുടെ ഉടമയായിരുന്ന ആള് എന്തിന്റെ പേരിലാണോ നിഗളിപ്പ് കാണിക്കുകയുണ്ടായത്, സമാനമായ ന്യായങ്ങളോ കാരണങ്ങളോ മാത്രമേ മക്കയിലെ പ്രമാണിമാർക്കും തങ്ങൾക്ക് പ്രത്യേക പരിഗണന തരണം, മറ്റുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങളെ VVIPs ആയിട്ട് പരിഗണിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതിന് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ന്യായങ്ങളെ അവർക്കും പറയാനുണ്ടായിരുന്നുള്ളൂ യഥാർത്ഥത്തിൽ. എന്നാൽ അള്ളാഹുവിന്റെ കണക്കിൽ, അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഭൗതികാർത്ഥത്തിലുള്ള ഏത് ഐശ്വര്യവും ഒരാള് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അയാൾക്ക് നൽകിയിട്ടുള്ള ഐശ്വര്യം മാത്രമാണ്. അത് എപ്പോ വേണമെങ്കിലും അള്ളാഹു പിൻവലിച്ചെന്ന് വരും. മറ്റുള്ളവർക്ക് അള്ളാഹു അത് തൽക്കാലത്തേക്ക് തടഞ്ഞു വെച്ചതാകാം. അവർക്ക് മറ്റൊരു ഘട്ടത്തിൽ അള്ളാഹു ഇവരെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള ഐശ്വര്യമൊക്കെ നൽകിയെന്നും വരാം. അതൊന്നും ഒരാളുടെയും മികവിന്റെയോ മേന്മയുടെയോ അടയാളപ്പെടുത്തലല്ല എന്ന ശക്തമായൊരു സൂചനയാണ് ഈ കഥയിൽ നൽകപ്പെട്ടിരിക്കുന്നത്. അതിനെ തുടർന്നാണ് നമ്മൾ ഇനി വായിക്കുന്ന ഏതാനും ആയത്തുകൾ, അതിന്റെ ഇന്ന് നമ്മൾ വായിച്ചു വെച്ച 2 ആയത്തുകൾ മാത്രമാണ്. അതിലടങ്ങിയിട്ടുള്ള ആശയപ്രധാനമായ കാര്യങ്ങൾ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്.
നമുക്ക് ആ ആയത്തുകൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വദരിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിർദ്ദേശം നൽകുന്ന വിധത്തിലാണ്. പ്രവാചകരെ, താങ്കൾ അവർക്ക് ഈ ഐഹിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് ഒരു ഉദാഹരണത്തിലൂടെ വിവരിച്ചു കൊടുക്കുക. വദരിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ. എന്താണ് ഹയാത്തു ദുനിയ എന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകത്തെ, ദുനിയാവിലെ ജീവിതം യഥാർത്ഥത്തിൽ എന്താണ് എന്നത് അവർക്ക് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന വിധത്തില് അവർക്കൊരു മസല് പറഞ്ഞു കൊടുക്കുക. വദരിബ് ലഹും മസല. അവർക്കൊരു ഉദാഹരണത്തിലൂടെ താങ്കൾ വ്യക്തമാക്കി കൊടുക്കുക. ഹയാത്തു ദുനിയ, ഹയാത്ത ദുനിയ എന്താണ് ഹയാത്തു ദുനിയ എന്നത് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ. വദരിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ. ഈ ദുനിയാവിലെ ഭൗതിക ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, യഥാർത്ഥത്തിൽ അതിന്റെ പ്രകൃതം എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ്, അതിന്റെ സൂചനകൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒരു ഉപമ, ഒരു ഉദാഹരണം, ഒരു മെറ്റഫർ അവർക്ക് വിവരിച്ചു കൊടുക്കുക. ഇതാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവിടെ നൽകുന്ന നിർദ്ദേശം. വിവരിച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹു ഇവിടെ നൽകുന്ന ഈ മസല അവരെ ഓതി കേൾപ്പിക്കുക എന്ന അർത്ഥത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് വിവരിച്ചു കൊടുക്കാനല്ല, ഭൗതിക ജീവിതത്തിന്റെ പ്രകൃതം, സ്വഭാവം ഏത് വിധത്തിലുള്ളതാണ്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നത് വെളിപ്പെടുത്തുന്ന ഒരു ഉപമ അള്ളാഹു ഇവിടെ വിവരിക്കാൻ പോവുകയാണ്. അത് അവരെ കേൾപ്പിക്കുക. ഇതാണ് ആ നിർദ്ദേശത്തിന്റെ ഉദ്ദേശം. അത് കമാഇൻ അൻസൽനാഹു മിനസ്സമാ. ആകാശത്ത് നിന്ന് നാം മഴ ഇറക്കി, മഴ വർഷിപ്പിച്ചു. ഇപ്പോ ആകാശത്ത് നിന്ന് നാം ഇതാ മഴ വർഷിപ്പിച്ചു. എന്നിട്ടോ ഫഖ്തലത ബിഹി നബാത്തുൽ അർദ്. ഭൂമുഖത്ത് വിവിധങ്ങളായ സസ്യവർഗങ്ങള് ആ ജലം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തഴച്ചു വളർന്നു. ആകാശത്ത് നിന്ന് അള്ളാഹു മഴ ഇറക്കി, ഭൂമിയിൽ സസ്യലതാദികള് ഹരിതാഭമായ കാഴ്ചയൊരുക്കിക്കൊണ്ട്, വിരുന്നൊരുക്കിക്കൊണ്ട് തഴച്ചു വളർന്നു. അപ്പൊ മഴ ആകാശത്ത് നിന്ന് ഇറക്കിയതിനെ തുടർന്ന്, അള്ളാഹു മഴ വർഷിപ്പിച്ചതിനെ തുടർന്ന് ആ മഴ കിട്ടിയ പ്രദേശം പച്ചപ്പ് നിറഞ്ഞതായി മാറി, വളരെ നയനമനോഹരമായ ഒരു കാഴ്ചയായിട്ട് അത് രൂപപ്പെട്ടു വന്നു. ഇത് രണ്ടാമത്തെ ഘട്ടമാണ്. ആദ്യത്തേത് ആ മഴ ഇറക്കി എന്നതാണ്. അതിന്റെ മുമ്പ് മഴയില്ലാത്ത വരണ്ടു കിടക്കുന്ന ഒരു അവസ്ഥയാണ് എന്നതാണ് സ്വാഭാവികമായിട്ട് തന്നെയുള്ള സൂചന. അതിനെ തുടർന്നാണ് അള്ളാഹു മഴ ഇറക്കുന്നത്. മഴ വർഷിക്കപ്പെട്ടതോടുകൂടി ആ ഭൂപ്രദേശം പച്ചപ്പ് നിറഞ്ഞതായി. ഇഖ്തലത്ത എന്ന് പറഞ്ഞാൽ കൂടിക്കലർന്നു എന്നൊക്കെയാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം. നബാത്തുൽ അർള്, സസ്യലതാദികൾ, ഭൂമിയുടെ ഉപരിതലത്തില് സസ്യലതാദികൾ കലർന്ന് ഇടതൂർന്ന് ധാരാളമായിട്ട് തഴച്ചു വളർന്നു ആ മഴയുടെ ഫലമായിട്ട്. ആ മഴയെ പ്രയോജനം ചെയ്തുകൊണ്ട് സസ്യങ്ങള് ഭൂമുഖത്ത് നിറഞ്ഞു. അസ്ബഹ ഹശീമൻ. അങ്ങനെ തുടർന്ന് അത് ധൂളികളായി മാറിയിരിക്കുകയാണ്. ഉണങ്ങി വരണ്ട് വൈക്കോൽ തുരുമ്പൊക്കെ പോലെയുള്ള, അല്ലെങ്കിൽ ഉണങ്ങിയ ചെടിയുടെ പുൽനാമ്പുകളൊക്കെ ഉണങ്ങിക്കരിഞ്ഞ് അത് ധൂളികളായി മാറി, കാറ്റിലിങ്ങനെ പാറിപ്പോകുന്ന വിധത്തിലുള്ള പൊടിപടലങ്ങളായിട്ട് മാറുകയാണ് പിന്നീട്. ഇതൊരു ലൈഫ് സൈക്കിളിന്റെ പിക്ചറാണ്. വർഷത്തിന്റെ ഒരു ഘട്ടത്തില് മഴ കിട്ടുന്നു, അതിനെ തുടർന്ന് ഭൂമിയിൽ ചെടികളും മരങ്ങളും ഒക്കെ ഇങ്ങനെ തഴച്ചു വളരുന്നു.
അതിന്റെ ഒരു അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ നശിച്ച് പൊടിപടലങ്ങളായി മാറുന്ന, ധൂളികളായി മാറുന്ന ഒരു കാഴ്ചയാണ്. തദ്റൂഹുരിയാഹു, കാറ്റ് അതിനെ ഇങ്ങനെ സ്കാറ്റർ ചെയ്യും, എല്ലായിടത്തേക്കും അത് അങ്ങനെ പരന്ന് പാറിപ്പോകുന്ന വിധത്തില് കാറ്റ് അതിന്റെ മേൽ കാറ്റ് അടിച്ചു വീശുമ്പോ അതൊക്കെ പൊടിപടലങ്ങളായിട്ട് അത് നീങ്ങിപ്പോകുന്നു. വകാന അല്ലാഹു അലാ കുല്ലി ശൈഇൻ മുഖ്തദിറ, എല്ലാറ്റിനും കഴിവുള്ളവൻ തന്നെയാണ് തീർച്ചയായിട്ടും അല്ലാഹു. ഈ 3 ഘട്ടങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് ഈ നിരീക്ഷണം ഇവിടെ നടത്തപ്പെടുന്നത്. അപ്പൊ ഈ തുടക്കം മഴ വർഷിക്കുന്നതിലൂടെയാണ്. മഴ വർഷിക്കുന്നതിന്റെ തൊട്ടു മുമ്പുണ്ടായിരുന്ന അവസ്ഥയാണ് ഈ അവസാനം പറഞ്ഞ പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയും. ചെടികളും അതുപോലെ മരങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ഒരു മഴയില് കിളിർത്തു വന്നിട്ടുള്ള പുൽച്ചെടികളൊക്കെ തന്നെ അത് തഴച്ചു വളർന്ന് നല്ല പച്ചപ്പുള്ളതായി, വളരെ ആകർഷകമായി അതിന്റെ കരുത്തും കാഴ്ച ഭംഗിയൊക്കെ പ്രകടമാക്കിക്കൊണ്ടുള്ള ഒരു ഘട്ടം. അത് കഴിഞ്ഞ് അത് ഉണങ്ങി വരണ്ട് നുരുമ്പിപ്പോയ ഒരവസ്ഥ. എന്നിട്ട് കാറ്റടിക്കുമ്പോൾ കാറ്റിൽ അത് പാറിപ്പോകുന്ന ഒരു കാഴ്ച. ഈ ഒരു ഘട്ടം കഴിഞ്ഞ് വീണ്ടും മഴ വർഷിക്കുകയും ചെടികളൊക്കെ മുളച്ചു പൊങ്ങി പച്ചപ്പുള്ളതായി മാറി തഴച്ചു വളരുന്ന ഒരു കാഴ്ച വീണ്ടും വരുന്ന ഒരു സൈക്കിള് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ആ വിധത്തിലാണ് ഭൂമുഖത്ത് ഈ സസ്യലതാദികളുടെ വളർച്ചയും പരിണാമങ്ങളും ഒക്കെ തന്നെ. ഇതാണ് ഭൗതിക ജീവിതത്തിനുള്ള അതിന്റെ കൃത്യമായ അതിന്റെ പ്രകൃതം എന്തെന്ന് വ്യക്തമാക്കുന്ന, ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് വെളിപ്പെടുത്തുന്ന ഒരു മസൽ, ഒരു ഉദാഹരണമായിട്ട്, ഒരു മോഡലായിട്ട് അള്ളാഹുവിടെ വരച്ചു കാണിക്കുന്നത്. ഇത് പറഞ്ഞു കൊടുക്കാനാണ്, അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിൽ എന്താണ് ഈ ഭൗതിക ലോകത്തിന്റെ ജീവിത സാധ്യത എന്നത് വ്യക്തമാക്കി കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി ഭൗതിക ലോകത്തെ, ദുനിയാവിലെ ജീവിതത്തിന്റെ പ്രകൃതം എന്ന് പറയുന്നത് അത് നശ്വരമാണ് എന്നതാണ്. അത് സസ്യലതാദികളുടെ കാര്യത്തിലായാലും അതുപോലെ ജന്തുജാലങ്ങളുടെ കാര്യത്തിലായാലും മനുഷ്യന്റെ കാര്യത്തിലായാലും ഇക്കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. അതിന് ഒന്നുമില്ലായ്കയിൽ നിന്നുള്ള ഒരു തുടക്കം, എന്നിട്ട് അത് വളർച്ച പ്രാപിച്ച് കരുത്ത് നേടി എന്തുമാവാം, എന്തിനും പറ്റും എന്നൊക്കെയുള്ള വലിയ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന വിധത്തിലുള്ള വളർച്ച, എന്നിട്ട് പിന്നെ അത് കൂമ്പടഞ്ഞു പോകുന്ന, അത് പൊടിപടലങ്ങളായി മാറിപ്പോകുന്ന ഒരു പരിണിതി. ഇതൊക്കെയാണ് ഭൗതിക ലോകത്തെ ജീവിതത്തിന്റെ പ്രകൃതം. അപ്പൊ നിങ്ങളിപ്പോ കാണിക്കുന്ന നിഗളിപ്പും അഹന്തയും അഹങ്കാരവും ഒക്കെ ഈ സസ്യലതാദികളുടെ ആ കാഴ്ച ഭംഗി കൊണ്ട് ഒരുങ്ങിയിട്ടുള്ള ആ ഒരു കാഴ്ചയുടെ ഘട്ടത്തില് ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ നല്ല അതിങ്ങനെ വളർച്ചയുടെ ആ ഒരു ഉയർച്ചയിൽ എത്തി നിൽക്കുന്ന ആ ഘട്ടത്തില് വലിയ കരുത്തും ശേഷിയും ഒക്കെയുള്ള പലതുമാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു കാഴ്ചയാണ്. മനുഷ്യന്റെ കാര്യവും ഒരു ഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണ്. മനുഷ്യൻ വലിയ ഔദ്ധത്യം കാണിക്കുന്ന ആളായി മാറും. അവന്റെ ആരോഗ്യവും ശാരീരികമായ ശേഷിയും ശക്തിയും ബുദ്ധിവൈഭവവും ഒക്കെ ഏറ്റവും ഏറെ കത്തി നിൽക്കുന്ന ഒരു കാലത്ത് അവന് പലതും സാധിക്കും, അവന് പലതിനും കഴിയുന്നവനാണ് എന്നൊക്കെയുള്ള ഒരു തോന്നലിലാണ് അവൻ നിലക്കുള്ളത്. ഇത് ദൈവബോധമില്ലാത്ത, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരാൾ കൂടിയാണെങ്കിൽ അത്
അവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഹന്തക്കും ധിക്കാര മനസ്ഥിതിക്കും ഒക്കെ കാരണമാകുന്ന ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് ശരിയായ ഒരു ബോധമോ തിരിച്ചറിവോ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് മനുഷ്യൻ അങ്ങനെ അതിന്റെ പേരിൽ അഹങ്കരിക്കാൻ പറ്റുന്നത്. ഇന്നലെ എങ്ങനെയായിരുന്നു എന്നത് വിസ്മരിച്ചുകൊണ്ട് നാളെ ഇനി എങ്ങനെയാണ് ആകാൻ പോകുന്നത് എന്നതിനെയും വിസ്മരിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യൻ ആ വിധത്തില് നിഗളിപ്പ് കാണിച്ച് പ്രതികരിക്കാനും പെരുമാറാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഈ കാര്യമാണ് ഒരു ഉപമയിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ, ഭൗതിക ലോകത്തെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അവർക്ക് ഒരു ഉപമയിലൂടെ വ്യക്തമാക്കി കൊടുക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആവശ്യപ്പെടുന്നത്. അത് കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ഇതുപോലെയാണ് നാം ആകാശത്ത് നിന്ന് മഴ ഇറക്കി. ഇപ്പൊ ഖുർആനിൽ ഇങ്ങനത്തെ ഉപമകള് വിവരിക്കുമ്പോൾ അതിൽ ആദ്യം കമാഇൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിൽ തുടങ്ങുന്നത് കാണാം. അതിന്റെ അർത്ഥം ആ വെള്ളത്തിനോടാണ് അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ഇറക്കിയ മഴയോടാണ് ഉപമിക്കുന്നത് എന്നല്ല. അത് അതിന്റെ തുടക്കമാണ്. അത് ഇതുപോലെയാണ്, അതിന്റെ ആദ്യത്തെ ഘട്ടമാണ് ആകാശത്ത് നിന്ന് ഇറക്കിയ മഴ. അപ്പൊ ആകാശത്ത് നിന്ന് നാം മഴ ഇറക്കുന്നു, സസ്യലതാദികളൊക്കെ ഇടതൂർന്ന് തഴച്ചു വളരുന്നു, പിന്നീട് അത് ധൂളികളായി മാറി കാറ്റിൽ ഇങ്ങനെ പാറിപ്പറക്കുന്ന അവസ്ഥയിലേക്ക് പരിണമിക്കുന്നു. ഇതാണ് ഭൗതിക ലോകത്തെ ജീവിതത്തിനുള്ള അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഉപമ എന്ന വിധത്തിലാണ് അത് വ്യക്തമാക്കി കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആവശ്യപ്പെടുന്നത്. കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ഇതിൽ ഉദാഹരിക്കുമ്പോൾ നമ്മളുടെ മലയാള ഭാഷയിലോ ഇംഗ്ലീഷിലോ ഒക്കെയുള്ള ഒരു ഉപമ നടത്തുന്ന ഒരു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണ് അറബിയിൽ ഇത് പറയുന്നത്. അത് ഈ മൂന്ന് ഘട്ടങ്ങളും ഉൾപ്പെടുന്ന ആ സംഭവത്തിനെയാണ് അതുപോലെയാണ് ഭൗതിക ജീവിതം എന്നത് ഇവിടെ പറയുന്നത്. അല്ലാതെ ജലം പോലെയാണ്, ആകാശത്ത് നിന്ന് നാം ഇറക്കിയ വെള്ളം പോലെയാണ്, മഴ പോലെയാണ് എന്നല്ല. ഈ പറയപ്പെടാൻ പോകുന്ന ഈ ചിത്രം, വിവരിക്കപ്പെടാൻ പോകുന്ന 3 സെഗ്മെന്റ്സ് ഉള്ള ഈ ചിത്രം അതുപോലെയാണ് ഭൗതിക ലോകത്തെ ജീവിതം, അതിന്റെ യാഥാർത്ഥ്യം എന്നാണ് ഇവിടെ പറയുന്നത്. കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാത്തുൽ അർളി ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ്. അപ്പൊ അത് ആകാശത്ത് നിന്ന് നാം മഴ ഇറക്കിയിരിക്കുന്നു, അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സസ്യലതാദികൾ ഇടതൂർന്ന് തഴച്ചു വളരുന്നു. അപ്പൊ അസ്ബഹ ഹശീമ, പിന്നീട് അത് ധൂളികളായിട്ട് മാറുന്നു. തദ്റൂഹു റിയാഹു, കാറ്റിങ്ങനെ വീശി അതിനെ പരത്തിക്കളയുന്ന വിധത്തില്, കാറ്റടിച്ച് അത് സ്കാറ്റേഡ് ആകുന്ന വിധത്തിലുള്ള തീരെ ഭാരമില്ലാത്ത ധൂളികളായി പൊടിപടലങ്ങളായിട്ട് അത് മാറുകയാണ്. വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ, എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു. നേരത്തെ പരാമർശിച്ച മഴ ഇറക്കാനും പിന്നീട് ആ മഴയെ പ്രയോജനം ചെയ്തുകൊണ്ട് സസ്യങ്ങൾ ഇടതൂർന്ന് തഴച്ചു വളരുന്ന ഒരു കാഴ്ചയൊരുക്കാനും പിന്നീട് അതിനെ ഹശീമാക്കി മാറ്റുന്ന, വളരെ നിസ്സാരമായ പൊടിപടലങ്ങളാക്കി മാറ്റുന്ന വിധത്തില് അതിനെ പരിണമിപ്പിക്കാനും ഒക്കെ കഴിയുന്നവനാണ്, മുഖ്തദിറാണ് അള്ളാഹു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഖദീറും മുഖ്തദിറും ഒരേ റൂട്ടിൽ നിന്ന് വരുന്ന പദങ്ങളാണ്. ചെറിയ ആശയവ്യത്യാസമാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, എന്നിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സത്യം മനുഷ്യൻ ഉൾക്കൊള്ളാവുന്ന വിധത്തില് അള്ളാഹു വ്യക്തമാക്കുകയാണ്. ഭൗതിക ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു മഴ വർഷിപ്പിക്കുകയും ഭൂമിയില് ചെടികളും സസ്യങ്ങളൊക്കെ തഴച്ചു വളരുകയും പിന്നീട് അത് ധൂളികളായി പൊടിപടലങ്ങളായി മാറുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച പോലെയാണ് എന്ന് പറഞ്ഞു വെച്ചുവല്ലോ. എന്നിട്ട് അതിന് തുടർന്ന് പറയുന്നത് അൽ മാലു വൽ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും.
അത് വലിയ സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് മക്കയിലെ പ്രമാണിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർന്നിട്ടുള്ള ദുർബലരായ ആ മനുഷ്യര് അമ്മാറും യാസിറും സുമയ്യയും അതുപോലെ അബ്ദുല്ലാഹിബിൻ മസ്ഊദും ഒക്കെ പോലെയുള്ള സുഹൈബും അങ്ങനെയൊക്കെയുള്ള ആളുകൾ, ബിലാൽ റളിയല്ലാഹു ഈ ആളുകളൊക്കെ തന്നെ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അസ്ഹാബ്, അവരെ നിസ്സാരമായി കണ്ടുകൊണ്ടാണ് മക്കയിലെ ആളുകൾ പ്രമാണിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ആ സംസാരത്തിന്റെ പൊള്ളത്തരം വെളിപ്പെടുത്തുന്ന വിധത്തിലാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, അൽ മാലു അൽ ബനൂൻ. ഈ മാലും ബനൂനും ഉണ്ട് എന്നുള്ളതിന്റെ പേരിലാണ് നിങ്ങൾ ഈ നികളിപ്പൊക്കെ കാണിക്കുന്നത്. എന്നാൽ സമ്പത്തും സന്താനങ്ങളും സീനത്തുൽ ഹയാത്തി ദുനിയ, ഐഹിക ലോകത്തെ കേവലം ഐഹിക ലോക ജീവിതത്തിലെ അലങ്കാരങ്ങൾ മാത്രമാണ്. അതിന് അത്രേ പ്രസക്തിയുള്ളൂ. ഈ ദുനിയാവില് നേരത്തെ വിവരിച്ച ജീവിതത്തിന്റെ ആ ഹരിതാപമായ ഒരു ഘട്ടമുണ്ടല്ലോ സസ്യങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞ, ആ ഒരു കാഴ്ച ഭംഗി ഒരുക്കുന്ന ഒരു സംഗതി മാത്രമാണ് ഈ മാലും ബനൂനും. അതിന്റെ പേരിലാണ് നിങ്ങൾ അഹങ്കരിക്കുന്നത്. ഈ ദുർബലരായ ആളുകളെ പരാമർശിച്ചുകൊണ്ട് അവർക്കില്ലാത്തതും നിങ്ങൾക്കുള്ളതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിഗളിക്കുന്നത് ഈ ഒരു സംഗതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ. എന്നാൽ നിങ്ങൾ കേട്ടോളൂ, ഈ മാലും ബനൂനും എന്നത് സമ്പത്തും സന്താനങ്ങളും അല്ലെങ്കിൽ ആൾബലവും, ഇത് രണ്ടും തന്നെ സീനത്തുൽ ഹയാത്തി ദുനിയ, വളരെ നശ്വരമായ ഈ ഐഹിക ലോകത്തിന്റെ ചില ആകർഷകമായ അലങ്കാരങ്ങൾ മാത്രമാണ് എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. അതിന് സ്ഥായി സ്വഭാവമില്ല, സ്ഥിരതയില്ല. ഇന്നലെ ഉണ്ടായിരുന്നില്ല, നാളെ ഉണ്ടാവുകയും ഇല്ല. അതാണ് ഈ ഐഹിക ലോകത്ത് നിങ്ങളുടെ കയ്യിലുള്ള സീനത്തിന്റെ ഒരു പ്രത്യേകത. നാളെ വേറെ ചിലർക്കൊക്കെ ആയിരിക്കും അത്, നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇന്നലെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, ഇന്ന് നിങ്ങൾ മാലിന്റെയും ബനുവിന്റെയും ഒക്കെ ആളുകളാണ്. നാളെ മറ്റു ചിലരൊക്കെ ആയിരിക്കും അതിന്റെ അവകാശികളായിട്ടുണ്ടാവുക. അപ്പോ ഈ ഐഹിക ജീവിതത്തിന്റെ ഇത്തരം നശ്വരമായ ചില ആകർഷകത്വങ്ങൾ വെച്ചിട്ടാണ് നിങ്ങളിപ്പോ ഈ അഹങ്കാരത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വൽ ബഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. എന്താണ് അവശേഷിക്കുക? ഈ മക്കള്, ഈ സമ്പത്ത്, ഇത് രണ്ടും നിങ്ങൾക്കായിട്ട് ഗുണം ചെയ്യുന്ന വിധത്തില് അവശേഷിക്കുമെന്ന യാതൊരു ഉറപ്പും നിങ്ങൾക്ക് അക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതില്ല. അത് നിങ്ങൾക്കായിട്ട് നിലനിൽക്കുന്നില്ല. അത് ദുനിയാവിന്റെ താൽക്കാലികമായ വിഭവങ്ങൾ മാത്രമാണ്. ഇപ്പൊ അതൊക്കെ ഉണ്ടാവുമ്പോ, സമ്പത്ത് ഉണ്ടാവുമ്പോ, നല്ല കണ്ണിന് ഇമ്പമുള്ള മക്കൾ ഉണ്ടാവുമ്പോ, കൂടെ നിൽക്കാൻ വലിയ ആളുകള്, കരുത്തന്മാരായിട്ടുള്ള ആളുകൾ ഒക്കെ ഉണ്ടാവുമ്പോ വലിയ സംഗതിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത് വളരെ നശ്വരമായ ഒരു സംഗതി മാത്രമാണ് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അവശേഷിക്കാൻ പോകുന്ന എന്താണ്? വൽ ബഖിയാത്തു സ്വാലിഹാത്ത്, അവശേഷിക്കുന്ന നന്മ, സ്വാലിഹായ പ്രവർത്തനങ്ങൾ, അതാണ് ബാക്കിയാവുന്നത്. ബാക്കിയാവുന്ന വിധത്തിലുള്ള അള്ളാഹുവിന്റെ ഗണനത്തിൽ, അള്ളാഹുവിന്റെ ഹിസാബില് അവശേഷിക്കുന്ന കനം തൂങ്ങുന്ന നന്മകള്, അതാണ് ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, നിന്റെ നാഥന്റെ അടുക്കല് പ്രതിഫലദായകമായ ഉത്തമമായ സംഗതികള് ബാഖിയാത്തു സ്വാലിഹാത്താണ്, അവശേഷിക്കുന്ന നന്മകൾ. നമ്മള് ജാരിയായ സദഖ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. മരണാനന്തരവും നമുക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുന്ന വിധത്തിലുള്ള ചില നന്മകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചെന്നത് നമുക്കറിയാം. വിദ്യ പകർന്നു കൊടുക്കുന്നതും വൃക്ഷം നടുന്നതും അതുപോലെയുള്ള ബിർറ്, നമ്മളെ മരണശേഷവും നമ്മളിലേക്ക് പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു നിക്ഷേപമായിട്ട് അത്തരം പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തിയതായിട്ട് നമുക്കറിയാം.
ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് ഇങ്ങനെ അവശേഷിക്കുന്ന നന്മകൾ, അതിന്റെ നിലച്ചു പോകാത്ത ഗുണം അവസാനിച്ചു പോവുകയില്ലാത്ത വിധത്തില് അള്ളാഹുവിന്റെ അടുക്കൽ എന്നും നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വിധത്തില് ഉള്ള ചില നന്മകൾ, അത് മാലും ബനൂനും ആയിക്കൊള്ളുന്നില്ല. മാലും ബനൂനും ആ നിലക്ക് പ്രയോജനപ്പെടുന്നതായി മാറാം എന്നേ ഉള്ളൂ. പക്ഷെ മാലും ബനൂനും നമുക്ക് ഈ ബാക്കിയാത്ത് സ്വാലിഹാത്താക്കി മാറ്റാനൊക്കെ കഴിഞ്ഞെന്ന് വരും. എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, അത് നിലനിൽക്കൂല. അപ്പൊ അവശേഷിക്കുന്ന നന്മ എന്ന് പറയുന്നത് അള്ളാഹു പഠിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായിട്ട് വിവരിച്ചു തന്ന, അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ഒരാള് നിർവഹിക്കുന്ന നന്മകൾ, അള്ളാഹുവിന് സമർപ്പിച്ചവനായിക്കൊണ്ട് ഒരാള് നിർവഹിക്കുന്ന ഏത് നന്മയും അത് അവശേഷിക്കുന്ന നന്മകളാണ്. ആ അവശേഷിക്കുന്ന നന്മകളാണ് ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, നിന്റെ റബ്ബിന്റെ അടുക്കല് പ്രതിഫലദായകമായിട്ട് അവശേഷിക്കുന്ന ഏറ്റവും ഉത്തമമായ സംഗതികൾ. നിങ്ങളിപ്പോ എന്തൊക്കെ കാര്യങ്ങളുടെ പേരിലാണോ അഹങ്കരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ധന്യനാണ് എന്ന വിധത്തില് നിങ്ങൾക്ക് തോന്നുന്നത്, ആ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യവുമില്ലാത്ത കാറ്റിലെ പാറി നടക്കുന്ന ധൂളികളെ പോലെ നിസ്സാരമായി മാറാൻ പോകുന്ന കാര്യങ്ങളാണ് അതൊക്കെ. എന്നാൽ അവശേഷിക്കാൻ പോകുന്ന ചില സംഗതികളുണ്ട്, ചില നന്മകളുണ്ട്. അത് അള്ളാഹുവിന്റെ അടുക്കല് പ്രതിഫലദായകമാണ്. അതുപോലെ വഖൈറുൻ അമല, പ്രതീക്ഷാദായകവുമാണ്. പ്രതീക്ഷ നൽകുന്ന, ഉത്തമമായ പ്രതീക്ഷകള് നൽകുന്ന വിധത്തിലുള്ള ഒരു സംഗതിയാണ് ആ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയാവുന്ന കർമ്മങ്ങൾ. അള്ളാഹുവിന്റെ വജഹിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന നന്മകള്, ഈ നന്മകള് അള്ളാഹുവിന്റെ അടുക്കല് അവശേഷിക്കുന്ന, പ്രതിഫലം നൽകുന്ന, അതുപോലെ പ്രതീക്ഷ അർപ്പിക്കാൻ വേണ്ടി നമുക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുന്ന സംഗതികളാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്താക്കുന്നത്. സമ്പത്ത്, സന്താനങ്ങള് ഒക്കെ അതിൻ്റെതായ പരിണിതി പ്രാപിക്കും. സമ്പത്തൊന്നും നിങ്ങൾ വിചാരിച്ച പോലെ നിത്യതയുള്ള സംഗതിയായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾ ആ സമ്പത്തിനോടൊപ്പം ഉണ്ടായിക്കൊള്ളുന്നുമില്ല. നിങ്ങൾക്കത് എല്ലാ കാലത്തും പ്രയോജനപ്പെട്ടോളണമെന്നില്ല. അതുപോലെ തന്നെയാണ് സന്താനങ്ങളും. അവരുടെ കാലമാകുമ്പോൾ അവരുടെ ജീവിത സരണിയിൽ, അവരുടെ വഴിയിൽ അങ്ങനെ മുന്നോട്ട് പോകും. നിങ്ങളോടൊപ്പം അവരെല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കല് അവശേഷിക്കുന്ന, അള്ളാഹുവിന്റെ രേഖയില് ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധത്തിൽ നിലകൊള്ളുന്ന ചില സ്വാലിഹാത്തുകളുണ്ട്. അതാണ് പ്രതീക്ഷ അർപ്പിക്കാൻ ഉപകരിക്കുന്നതും പ്രതിഫലം ലഭിക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നതുമായ അവശേഷിക്കുന്ന നന്മകള് അതാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. മക്കയിലെ ഈ ആയാത്തുകളുടെ തിലാവത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണോ അത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ പാത്തും പതുങ്ങിയൊക്കെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപക്ഷത്തുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരല്പമെങ്കിലും കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശേഷി അവശേഷിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ജീവിത യാഥാർത്ഥ്യം, ഭൗതിക ലോക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിവരണം അവർക്ക് വളരെയേറെ പ്രയോജനപ്പെടേണ്ടതായിരുന്നു. പക്ഷെ ആളുകള് ഭൗതികതയുടെ പിടിയിൽ അമർന്ന ഒരവസ്ഥയിലാണുള്ളത്. അവർക്ക് പ്രാധാന്യമുള്ളതായിട്ട് തോന്നുന്നത് ഈ ദുനിയാവിലെ ജീവിതത്തിലെ ഈ നിഗളിപ്പ് കാണിക്കാനും മറ്റുള്ളവരുടെ മേൽ ആളായി അങ്ങനെ വിരാജിക്കാനും ഒക്കെയുള്ള അവസരങ്ങളും സാധ്യതകളും ഒക്കെയാണ് വലിയ സംഗതിയായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നത് എന്നതാണ് വസ്തുത. അപ്പൊ രണ്ടായത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. സൂറത്തുൽ കഹ്ഫിലെ 45, 46 ആയത്തുകൾ. ഇതിനെ തുടർന്നും സമാനമായ ഉത്ബോധന പ്രധാനമായ ചില വിഷയങ്ങളാണ് കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ്
നമുക്ക് വരും ദിവസങ്ങളിൽ ആ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.